നമസ്തേ, ഓം നമഃ ശിവായ. ഇന്ന് അർദ്ധരാത്രി മുതൽ നാം ഇൻഡിപെൻഡൻ്റ് ആകുകയാണെന്നാണ് കഴിഞ്ഞ 77 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ ബ്യൂറോക്രസി, ജുഡീഷ്യറി നമ്മളെ തെറ്റിദ്ധരിച്ചിരിപ്പിക്കുന്നത്. ശരിക്കും ട്രാൻസ്ഫർ ഓഫ് പവർ, അതായത് വിദേശികൾ നമ്മളെ പരമാവധി ലൂട്ട് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഓർഗനൈസ്ഡ് ക്രിമിനൽസിന് നമ്മളെ ലൂട്ട് ചെയ്യാനുള്ള അവകാശം വെറും 99 വർഷത്തേക്ക് എഴുതി കൊടുക്കുക മാത്രമാണ് സത്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. യുവാക്കൾ ബോധവാന്മാരാകുക. നമുക്ക് വേണ്ടത് ഇൻഡിപെൻഡൻസ് അല്ല, ഫ്രീഡമാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്സ്, ഫ്രീഡം ഫോർ ഫുഡ്, ഫ്രീഡം ഫോർ ട്രീറ്റ്മെന്റ്. അതായത് സർവ്വസ്വതന്ത്രരാകാനും നമ്മുടെ നികുതിപ്പണം യഥേഷ്ടം നാം പറയുന്നത് പോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ ഇവിടുത്തെ ബ്യൂറോക്രസിയും രാഷ്ട്രീയ, ലെജിസ്ലേഷൻ, ജുഡീഷ്യറി കൂട്ടുകെട്ടിനെ പ്രാപ്തമാക്കുകയാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഇവിടുത്തെ യുവാക്കൾ ഉണരുക. യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ അടിമ വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്. ഇന്ന് നാം പ്രത്യേകിച്ച് ഇന്ത്യ സൗത്തുകാർ, കേരളീയര് ഇംഗ്ലീഷിൽ കൂടെ നാം ആർജവം നേടിയിരിക്കുന്നത് വല്ലവനും അടിമപ്പണി ചെയ്യാനാണ്. അപ്പം കുട്ടികളുണ്ടായാൽ അടുത്ത കാരണവന്മാരുടെ പ്രതീക്ഷ, ഞാൻ പഠിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളെയെങ്കിലും പഠിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത അധ്വാനം കടം മേടിച്ച് അവരെ പ്രാപ്തരാക്കുകയാണ്. എന്തിന്? ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അടിമകളാകാൻ. അതല്ല നമുക്ക് ആവശ്യം. സർവ്വസ്വതന്ത്രരായിട്ട് നമ്മുടെ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാരാണെന്ന് അറിഞ്ഞ് നമുക്ക് നല്ല റോഡ്, നല്ല ഭവനം, നല്ല ആരോഗ്യം, സന്തുഷ്ടമായ കുടുംബം ഇതുണ്ടാക്കാൻ പാകത്തിന് നമ്മളെ പ്രാപ്തമാക്കാൻ നാം യജമാനന്മാരാണെന്നുള്ള ബോധത്തോടുകൂടി മുന്നോട്ട് പോകണം. അത് നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കൈവരികയുള്ളൂ. ലോകത്ത് തന്നെ ഇത്രയും ഫലഭൂഷ്ടമായ, ഇത്രയും നല്ല കാലാവസ്ഥയുള്ള ഒരു രാജ്യം തന്നെ വേറെയില്ല. 365 ദിവസവും സൂര്യഭഗവാനുള്ള ഇക്കേട്ടിനടുത്തുള്ള നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് സ്വയം അറിയാം. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന കണക്ക് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾ അവനവന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം. ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.